മറ്റൊന്ന്, അപ്പൊ അതിന്റെ ഒരു പൊതു ഉപയോഗത്തിന് കോമൺ ഫെസിലിറ്റി സെന്റർ. ഈ മിനിമം 20 ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പണം തരുന്നത്. മനസ്സിലായല്ലോ? ചെറിയ ആൾക്കാർ വരണ്ട, നല്ലത് പറയുന്നവര് അഭിനന്ദിക്കുന്നവര് മാത്രം കൂട്ടിയാൽ മതി. പൈസ എത്ര മുടക്കി എന്നുള്ളതല്ല ഇതിന്റെ കാര്യം. ഇടിച്ചു നിൽക്കാനുള്ള ഇതൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ ഇടിച്ചിടിച്ച് നിന്നാ പിടിച്ച് കയറാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 2 ആൾ ഇടിച്ചു നിൽക്കുമ്പോഴായിരിക്കും ബാക്കി 18 ആൾ വന്നിട്ട് പറയും ഇതൊക്കെ നടക്കില്ല, നമുക്ക് നേരത്തെ പിന്നെ ഞാൻ അവനോട് ആ സമയത്ത് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ ഒന്നും ചെയ്യാത്ത മിടുമിടുക്കൻ ഇത്. എന്നിട്ട് മറ്റേ പാഞ്ഞ് ഇടങ്ങറായി വേർത്ത് കുളിച്ച് ജില്ലാ വ്യവസായ കേന്ദ്രത്തുനിന്നു ഈ മറ്റേ തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിൽ നിന്നൊക്കെ തെറി കേട്ടിട്ടായിരിക്കും അവൻ വരുന്നത്. ഇതെന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ 15ാമത്തെ വയസ്സിലേക്ക് 40ാമത്തെ വയസ്സിലേക്ക് കൂടെ നല്ല ചോദിച്ചിട്ട് ഇങ്ങനെ വരും. ഈ നമ്മളിങ്ങനെ വരുന്ന വരവ് കണ്ട അറിയാൻ നടന്നിട്ടുണ്ടാവില്ലേ? ഈ പണിയെടുക്കാൻ ഈ സാധനം ഒക്കെ കൂടിയിട്ട് ഒറ്റ ഏത് നിലയ്ക്ക് അറിഞ്ഞിട്ട് ഈ നീയുമായി നിന്റെ പാടായി ഞാൻ ഈ ക്ലസ്റ്ററിനും ഇല്ല കുന്തത്തിനും ഇല്ല. പറയില്ലേ? ക്ലസ്റ്ററിന്റെ ഏറ്റവും പ്രധാനമായ അടിത്തറ എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡിംഗ്. ട്രസ്റ്റ് ബിൽഡിംഗ് പരസ്പര വിശ്വാസം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇത് നമ്മളെ എല്ലാം ഈ വിമർശിക്കാനുള്ള ബ്ലഡ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ലയിച്ചു ചേർന്നത് കൊണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് 1-2 ആൾക്കാർ നമ്മുടെ ഇടയിൽ തെറ്റും. ഈ തെറ്റുന്ന ആൾക്കാർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് അവിടേക്ക് പഠിക്കുമ്പോൾ വെറുതെ കത്ത് നമ്മളെ അത് പ്രത്യേകിച്ച് ഈ കണ്ണൂരുകാരുടെ ഒരു പ്രത്യേക സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഊമക്കത്ത് എഴുതുന്നതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മറ്റേ പത്മശ്രീ എടുത്ത ജില്ലയാണ് കണ്ണൂരിൽ. വെറുതെ എഴുത്ത് ഉണ്ടാവില്ല, ഒന്നുണ്ടാവില്ല. ഇതാ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ ഏട്ടന്റെ പേരെന്തായിരുന്നു? ആനന്ദബാബു. ഞാൻ പേര് മറന്നുപോയി, അതുകൊണ്ടല്ല. ആനന്ദബാബു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ പറകിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് സർക്കാർ കാര്യമായി ഇടപെട്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇവരിങ്ങനെ എഴുതുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരിങ്ങനെ അന്വേഷിച്ച് ലോകത്തുള്ള എല്ലാ അഡ്രസ്സും വെക്കാം. വിജിലൻസ്, ആന്റി കറപ്ഷൻ ബ്യൂറോ, ജില്ലാ വ്യവസായ കേന്ദ്രം, MSME, നമുക്കൊന്നും അറിയാത്ത 25 ഓഫീസിന്റെ അഡ്രസ് ഇങ്ങനെ എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ പലരും വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ആരെങ്കിലും നാടിനെ കൂട്ടാണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു പണി കൊടുക്കാനുള്ള വകുപ്പുണ്ടല്ലേ. ക്ലസ്റ്റർ കൂടില്ല, പക്ഷെ പണി കൊടുക്കാൻ ഞാൻ വിചാരിച്ചാലും നടക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കാര്യം ഒരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. സാധ്യതകൾ 500 ആണെങ്കിൽ പ്രശ്നങ്ങൾ ഒരു 4-5 ഉണ്ട്. പക്ഷെ ഈ 4-5 പ്രശ്നത്തിന്റെ മേലെ കെട്ടിത്തിരിച്ചു നിന്ന 500 അവസരങ്ങളെ നമുക്ക് കാണാൻ പറ്റാണ്ടിയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ നന്നാവാത്തത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ട്രസ്റ്റ് ബിൽഡിംഗ് ചെയ്ത് നിങ്ങൾക്ക് പൊതു ഉപയോഗ സ്ഥലത്ത് പേപ്പർ കട്ടിങ്ങിന്റെ ക്ലസ്റ്ററിനകത്ത് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ അതിനുള്ളിൽ വളണ്ടറി ആയിട്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തതാണ്. എന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. ശമ്പളമോ അല്ലെങ്കിൽ പൈസയോ കൂലിയോ ഒന്നും ഒരു കാലത്തും ചോദിക്കൂല. ചോദിക്കാതിരിക്കുന്നതിന്റെ ഉള്ളിലെ രഹസ്യം, ഞാൻ ഒന്നുമില്ലാതെ വന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ പ്രപഞ്ചം അനുഗ്രഹിച്ച് കിട്ടിയതുകൊണ്ടാണ്. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ ഒരു നന്ദി ഇല്ലാത്തവരും കൂടിയാണ് പലരും നന്നാവാത്തത്. നമ്മുടെ വീട്ടിലിപ്പോ തേങ്ങ ഒക്കെ നമ്മൾ തെങ്ങുമ്പ് ഇട്ടിട്ട് തിന്നുന്നുണ്ടാവും. നമ്മൾ തന്നെ ഉണ്ടാക്കിയ തെങ്ങുമ്പ് തേങ്ങ ഇട്ടിട്ട് തിന്നുന്നവരാണോ ഇവിടെ ഇരിക്കുന്നവർ? അത് വേറെ വെച്ചവരുടെ തെങ്ങുമ്പ് തേങ്ങ ഇട്ടിട്ടാണോ? നമ്മുടെ അച്ഛനോ അമ്മയോ ഉപ്പയോ ഉമ്മയോ അല്ലേ? അവരുണ്ടാക്കി തന്നെയല്ലേ നമ്മൾ തിന്നോണ്ടിരിക്കുന്നത്. പക്ഷെ അത് തിന്നണ സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ പറയും, ആരെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് അച്ഛൻ വെച്ചതാണ്, ഉപ്പ വെച്ച തെങ്ങാണ്, എന്റെ അപ്പം വെച്ചതാണ് പറഞ്ഞിട്ട് പറയും. പക്ഷെ ഓരോ ഭക്ഷണവും കഴിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓരോ തേങ്ങ ഇരുന്ന പറയുന്നത്. ഇത് പറഞ്ഞ് ശീലിക്കണം. ഇത് പറഞ്ഞ് ശീലിച്ചാൽ നമ്മൾ ക്ലസ്റ്ററിൽ വരുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ നന്മ കണ്ടെത്തി പറയാൻ പറ്റും. ഇവര് പേപ്പർ പൊതുവായി CNC വലിയ മിഷനറികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിഷനറികൾ, അവിടെ പ്രിന്റ് ചെയ്യാനുള്ള മിഷനറികൾ, വേൾഡിലെ ഇതിൽ ഒറ്റയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ആ വലിയ വലിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങളാണ് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ 2 തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു ധനികനായ ഒരാൾക്ക് ഈ മിഷനറി വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ ഈ മിഷനറി പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ശരിയാണോ?
നൂറുകണക്കിന് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രിന്റിങ്ങും വേണം, കട്ടിങ്ങും വേണം എന്ന് പറയുമ്പോൾ മെഷീനറികളുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നടക്കും. ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മെഷീനറി പൂർണ്ണമായി ഉപയോഗം നടക്കില്ല. രണ്ട്, അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ കോസ്റ്റ് നമ്മൾ 10% ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോസ്റ്റ് കുറയും. സംശയമൊന്നുമില്ലല്ലോ? കോസ്റ്റ് കുറയും, ക്വാളിറ്റി കൂടും. കൂടില്ലേ? പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള ആധുനികമായിട്ടുള്ള എല്ലാ പ്രിന്റിംഗിന്റെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പേപ്പർ ബാഗിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നത് വളരെ ലളിതമായ കാര്യങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആണല്ലേ? അപ്പോ പിന്നെ ചെലവ് ചുരുങ്ങിയിട്ടാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കോസ്റ്റ് കുറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഭാഗത്ത് കോസ്റ്റ് കുറഞ്ഞു, മറുഭാഗത്ത് മൂല്യവർദ്ധിതമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കസ്റ്റമറെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ലാഭം കൂടുതൽ എടുക്കാൻ പറ്റും. പറ്റില്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ യൂണിറ്റുകാർക്കും വരുമാനം വർദ്ധിക്കില്ലേ? എല്ലാവർക്കും കോടീശ്വരന്മാരാവാൻ പറ്റില്ലേ? ഇവിടെ രണ്ട് നിലയ്ക്ക് ചിന്തിക്കുന്ന ആൾക്കാർ. ഒരു കച്ചവടത്തിന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഉദാഹരണങ്ങളായിട്ട് എടുക്കാം. ഒരു 30% ലാഭം കിട്ടുന്ന ഒരു, നിങ്ങളിപ്പോ എന്ത് പരിപാടി ചെയ്യുന്നെങ്കിലും അത് വിൽക്കുമ്പോൾ ഒരു 30% ലാഭം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ 1000 രൂപയുടെ കച്ചവടം ചെയ്താൽ 300 രൂപ ലാഭം കിട്ടും. 30%. ഞങ്ങളോട് ചോദിക്കാത്തത് എന്താ വെച്ചാല് ഈ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ഒന്നല്ലോ ഇത് പ്ലസ് 1 ക്ലാസ് അല്ലേ നിങ്ങൾ ചോദിക്കുന്നുള്ളതാണ് അല്ലേ? 1000 രൂപയുടെ കച്ചവടം ചെയ്താൽ 30% ലാഭം ഉണ്ടെങ്കിൽ 300 രൂപ. ഇനി 1 കോടി രൂപയുടെ കച്ചവടമാണ് നടത്തുന്നത്, അതിൽ 1% ലാഭമുള്ളൂ. എത്ര കിട്ടും? 1 ലക്ഷം റുപ്യ ലാഭം. ഈ 300 റുപ്യാണോ 1 ലക്ഷമാണോ വലുത്? 1 ലക്ഷമാണ്. ഇതിനനുസരിച്ചിട്ട് കച്ചവടം മുഴുവൻ ലോകത്തിൽ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ, ഇപ്പൊ നിങ്ങൾ സിനിമ ഈ ആമസോൺ പ്രൈം അതെന്നെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും മൊബൈലിൽ TV സിനിമ ആണല്ലോ ഇടാം. കാണുന്ന എത്ര പേരുണ്ട്? അല്ല കാണുന്നത് 10-15 ആൾക്കാർ. അപ്പോ അല്ലാത്തൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്, അത് സിനിമയെ കാണാത്തവരാണോ അതോ തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നത്? തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പൊ നമുക്ക് 2 കൂടിയിട്ടൊന്നും താരതമ്യം ചെയ്യാം. ഭാര്യയും ഭർത്താവും 2 മക്കളെയും കൂട്ടിയിട്ട് തിയേറ്ററിൽ പോയി സിനിമയും കണ്ടിട്ട് വരണമെങ്കിൽ എത്ര രൂപ ചെലവഴിക്കും? 4 പേരും കൂടിയിട്ട് സിനിമയ്ക്ക് പോയി വരണമെങ്കിൽ 1000. എല്ലാവർക്കും സമ്മതമാണോ? ഇത്തിരി കൂട്ടണമെന്നോ കുറയ്ക്കണമെന്നതിലേ പറയണ്ട. നമുക്ക് 1000 പിടിച്ചിട്ട് പോവല്ലേ? ക്ലസ്റ്റർ പറയാനല്ലേ? ഇപ്പൊ അതിന്റെ കണക്ക് എക്സാക്ട് ആയിക്കോട്ടെ. 1000 രൂപ. ഈ ഓൺലൈനിൽ ഈ ആമസോൺ പ്രൈം എന്ന് പറയുന്ന സാധനം ഒരു കൊല്ലം എത്ര സിനിമ വേണമെങ്കിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും കാണാൻ എത്ര രൂപ കൊടുക്കുന്നു? കാണുന്നവരായിരിക്കും അഭിപ്രായപ്പെടും. ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 999 രൂപ, 1100 രൂപ കുറവ്. ഈ 1000 രൂപയ്ക്ക് ഒരു സിനിമ കാണുന്നതിന് പകരം അപ്പൊ ഇവിടെ 2 കാര്യം നമ്മൾ നേരത്തെ കരുതി. പേപ്പർ ബാഗ്, ഒന്ന് ചെലവ് ചുരുങ്ങി, 2 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലാഭം കൂടി. ഈ 1 ലക്ഷം റുപ്യയും 300 റുപ്യയും തമ്മിൽ ബന്ധപ്പെടുത്ത ഈ ഒരു സാധനം കൂടി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ക്ലസ്റ്റർ എന്താണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ 18 കോടി റുപ്യ കിട്ടുമ്പോ എല്ലാവർക്കും ഓരോരോ കോടി വെച്ചിട്ട് വീതിച്ച് കൊടുക്കുമായിരിക്കുന്നെന്ന് വിചാരിച്ചതൊന്നും കിട്ടൂല മക്കളെ. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളിൽ വില കുറച്ചും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ 999 രൂപയ്ക്ക് ഈ എത്ര സിനിമ വേണമെങ്കിൽ വർഷത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്ന് കാണാം. മെച്ചം 1 1000 രൂപയുടെ ചെലവിന് എത്ര സിനിമ വേണമെങ്കിൽ കാണാം. 2 എപ്പോ വേണമെങ്കിൽ കാണാം. പല ആൾക്കാരും മറ്റേ ബാത്റൂമിലൊക്കെ പോയിരിക്കുന്ന സമയത്താണ്. ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ലല്ലോ, ഇരിക്കാൻ കസേര പോലത്തെ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്തും വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ചിലർ മൊബൈലൊക്കെ എടുത്തിട്ട്, അപ്പൊ ചിലർ പറയും അത് ആമസോൺ മാത്രമല്ല വേറെ എന്തോ ഉണ്ട് എന്നല്ല ചില ആൾക്കാരെ അഭിപ്രായം പറയും. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് വേറെ ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നത് ബാത്റൂമിൽ കയറി ഇരുന്നിട്ട് ആ സമയത്ത് സിനിമ കണ്ട് പിന്നെ നിർത്തേണ്ട സമയത്ത് നിർത്തി, രാത്രി 12 മണിക്ക് ഉറക്കം വരുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം എന്ത് സിനിമ കാണണം, കുറച്ച് കഴിഞ്ഞാൽ നിർത്തുന്നു. ഇതിന്റെയൊക്കെ സൗകര്യം നമുക്ക് തിയേറ്ററിൽ പോയിരുന്നാൽ കിട്ടുമോ?
അവരുടെ സൗകര്യത്തിന് അങ്ങോട്ട് പോയിരുന്ന് പൈസ കൊടുത്ത് കാണുന്നതാണ് തിയേറ്ററിന്റെ സംവിധാനം. മറ്റത് ഇവിടെ ചെലവ് ചുരുക്കിയിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ടേൺ ഓവർ ഉണ്ടാക്കുന്നതാണ് ആധുനികമായ കച്ചവടങ്ങൾ. ഇപ്പൊ ബൈജൂസിന്റെ ലാപ്പ് ഇപ്പൊ കോടിക്കണക്കിന് റുപ്യ, 1,27,00,000 റുപ്യാണ് ബൈജൂസിന്റെ മൂല്യം. എന്താ ബൈജു ചെയ്യുന്നത്? ചെലവ് ചുരുക്കി കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിട്ട് ടേൺ ഓവർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ? അപ്പൊ നമ്മുടെ കച്ചവടത്തിന് ഒരു ഭാഗത്ത് എക്സ്പെൻസ് കുറയ്ക്കണം, എന്നിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, എന്നിട്ട് ആഗോള മാർക്കറ്റിൽ മത്സരിക്കണം. ഈ നമ്മൾ കണ്ണൂരോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലോ അല്ല മത്സരിക്കേണ്ടത്, ആഗോള മാർക്കറ്റിൽ മത്സരിക്കാൻ അതിന് ശക്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം ഇറക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഇതിന് ഒന്ന് പറഞ്ഞ് ഏകദേശം എത്ര സമയം എടുക്കും? 6 മാസം കൊണ്ട് കിട്ടുമോ? 6 കൊല്ലം കൊണ്ട് കിട്ടുമോ? നമ്മളെ ഇടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് രണ്ടാമത്തെ ഒരു കാര്യം കൂടി, നമ്മൾ ചെന്നുപെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവത്തിനനുസരിച്ച്. ചില ഉദ്യോഗസ്ഥ അർത്ഥം പറഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടത്താൻ കഴിയൂല എന്നൊന്നും കൂടി വിചാരിക്കേണ്ട. കുറച്ച് ഡിലേ വരുത്താൻ മാത്രമേ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ പറ്റൂ. ഒരു കാരണവശാലും ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. കാരണം അതിന്റെ മേലുള്ള ആളെ നമ്മൾ പോയി പിടിക്കണം, അതിന് ടീമായിട്ട് നിൽക്കണം. ഓർഡർ പോകാൻ ശരിയാക്കുന്നില്ല കാര്യം മേലെ പോയി പിടിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് ടീമായിട്ട് നിൽക്കാടി എന്ന് പറയും. അപ്പോഴാണ് ഒരു ആവേശം ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മള് നേരത്തെ പറഞ്ഞ വരുന്ന വരവുണ്ടാവും. മനസ്സിലായി? ഞാൻ അന്നേ റൂൾ സെറ്റിന്റെ ക്ലാസിന്റെ അവിടെ പറഞ്ഞതല്ലേ, അയാൾ ഇങ്ങനെ പല മോട്ടിവേഷൻ ഒക്കെ പറയാം. കാറ്റുണ്ടാക്കിയിട്ട് പറയാനും താമസിക്കും. നമുക്കിവിടെ ഓരോ ദിവസം കഴിയാൻ വേണ്ടിയിട്ട് ഇറങ്ങാറായി നിൽക്കുന്ന സമയത്ത് അത് കേട്ടിട്ടൊന്ന് കാര്യങ്ങളുടെ മക്കളെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അപ്പോ കിട്ടിയതിനു ശേഷം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. പ്രോജക്ട് റിപ്പോർട്ട് കോമൺ ഫെസിലിറ്റി സെന്റർ എന്നാണ് പറയുന്നത്, പൊതു ഉൽപാദന കേന്ദ്രം. അവിടെ നിന്ന് കൊണ്ടുവന്നു. ഈ പപ്പടത്തിന്റെ കാര്യം, തിരുവനന്തപുരത്ത് പപ്പടം +1 90% പൈസ പാസ്സായി. എന്താ ചെയ്യുന്നത് പപ്പടത്തിന്റെ ആൾക്കാർ? അതിന്റെ കോമൺ ഫെസിലിറ്റി സെന്റർ ആലോചിക്കുമ്പോൾ പൊതുവെ പേപ്പർ ബാഗ് പോലെ ഈ മറ്റേ കയറോ പ്രിന്റിങ്ങോ ഈ സാധനങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. അവർ ചെയ്യുന്നത് ഒന്ന് റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഏറ്റവും നല്ല ഉഴുന്നോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഏറ്റവും ആധുനിക, മറ്റതെല്ലാം ഈ വേർത്ത് കുടിച്ചിട്ട് പപ്പടം വീട്ടിടിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മള്? വേർത്തിട്ട് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് വേർപ്പായിട്ടുള്ള അത് വാങ്ങി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആധുനിക കാലത്ത് നമ്മളെല്ലാം പണ്ട് കഴിച്ചു, പുതിയ ചെറുപ്പക്കാരൊന്നും കഴിക്കൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ. ശരിയാണല്ലേ? അമ്മ അല്പാ മറ്റു വായി കൊണ്ട് കൊടുത്തോളൂ. ഈ വേണ്ടാത്ത ഈ സാധനങ്ങളെല്ലാം ഷർട്ടൂല. മറ്റേ ഇത്ര പോകുന്ന ഒരു തോർത്തൊട്ട് ചിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർത്ത് കുളിച്ചിട്ട് അതിന്റെ വേർപ്പ് മുഴുവൻ കയറി പപ്പടങ്ങൾ തിന്നു. അപ്പോ ആധുനിക രീതിയിൽ സംവിധാനം ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കണം. ഇതൊന്നും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ സ്റ്റീലിന്റെ മെഷീനറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആൾക്കാർക്ക് പുറത്തുനിന്ന് പോയാൽ ഉണ്ടാക്കുന്നത് കണ്ട വാങ്ങി കഴിക്കണം തോന്നും. നല്ല വെള്ള മറ്റേ തലയുടെ മേലെ ഇങ്ങനെ തൊപ്പി, വെള്ളയും ഡ്രസ്സ്, ഗ്ലൗസ്, അതിൻ്റെ ഉള്ളിൽ ഇതാ പപ്പടം വീട്ടുണ്ടാക്കുന്ന സംവിധാനം. എത്ര കോടിയില്ലേ? 6 കോടിയില്ലേ? അത്രയും വലിയൊരു സംവിധാനം സാധാരണക്കാരന് ഒരു പപ്പടം ഉണ്ടാക്കുന്ന ഈ ഇരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? അപ്പൊ അവിടെ നല്ല റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു. എല്ലാ സ്ഥലത്തും ഒരേ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഈ ക്ലസ്റ്ററിൽ ഉണ്ടാക്കുന്ന ആളുകളുടെ മുഴുവൻ പപ്പടം ഒരേ ക്വാളിറ്റിയോ. ഇപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം സാമ്പാർ ഉണ്ടാക്കിയ 5 വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കിയ 5 ടേസ്റ്റ് ആയി ആണല്ലേ? നേരെ വെച്ച് ഇതിന്റെ മിക്സിങ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഓരോ പാക്കറ്റ് 10 ഗ്രാമിന്റെ പാക്കറ്റ് അത് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്താൽ ഏറെക്കുറെ ശരിയാക്കി. ചില ആൾക്കാർ പറയും എന്നാലും ശരിയാവില്ല, ചിലരുടെ കൈപ്പൊടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തർക്കിക്കും ചിലർ. എന്നാലും ഏറെക്കുറെ 99% ശരിയായിരിക്കും അല്ലെ? അപ്പോ സംഗതി എന്താണ്? കോമൺ ഫെസിലിറ്റി സെന്ററിൽ ഉണ്ടാവേണ്ട മെഷീനറികൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത്? 2 ഓപ്ഷൻ ഉണ്ട്. നിലവിൽ നമ്മൾ ഉണ്ടാക്കിയതിന്റെ കോപ്പിയിടാൻ ഫ്രീ ഓഫ് കോസ്റ്റ് തരും. ഫോട്ടോ കോപ്പി എടുക്കുന്ന ചിലവെങ്കിലും ചുരുങ്ങിയത് ചെയ്യണേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു അബദ്ധം പറ്റി. ഏതായാലും ആൾക്കാർ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതെല്ലാം വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ കോപ്പി ഇട്ട് കൊടുക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ നമ്മളിത് ഭയങ്കര ആവേശത്തിൽ ഇട്ട് കൊടുക്കലേ. ഒരു 10-70 പേജിന്റെ സാധനമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവരിത് തന്നതല്ലേ എന്ന് വിചാരിച്ച് വാങ്ങിയതേ ഉള്ളൂ. ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാറ്റലോഗ് കിട്ടണമല്ലേ, പുറത്ത് മറ്റേ വെള്ളം വെച്ച് പോകുന്ന ചാലിലിട്ടിട്ട് മുമ്പിൽ പോയിരിക്കും.
അപ്പൊ അതിനുശേഷം ഞങ്ങളൊരു കാര്യം തീരുമാനമെടുക്കും, മിനിമം തെറ്റൊന്നുമില്ലല്ലോ, ഇല്ല തെറ്റൊന്നുമില്ലല്ലോ, ഫ്രീ സംഗതികളല്ല. പിന്നെ ചെറിയതായിട്ട് എന്തെങ്കിലും നമ്മളൊരു എഫേർട്സ് എടുക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ. ഈ പേപ്പർ ബാഗിന്റെ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രൊജക്ട് പാസ്സായത് സ്വന്തമായിട്ട് ആളുകൾ എഴുതിയിട്ടാണ് പാസ്സാക്കിയത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ചെലവൊന്നും ഇല്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് ചെയ്ത്, പൈസ ഇല്ലാത്തവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ, ഇങ്ങനെ എഴുതാനും വായിക്കാനും അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സമയം എടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് ഇടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിക്കും ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം, പക്ഷെ ഉദ്യോഗസ്ഥന്റെ മനോഭാവം അനുസരിച്ചിട്ട് ഇത് ഇല്ലാതെയാക്കാൻ കഴിയില്ല, കുറച്ച് ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റൂ. ഇനി നമ്മൾ നന്നാവാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. നമ്മൾ സാധാരണ രീതിയിൽ ഈ വീട്ടിൽ മൈക്രോവേവ് ഓവൻ എന്ന് പറഞ്ഞിട്ട് സാധനം ചിലരുടെ വീട്ടിലേക്കും ഉണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവൂലേ? എന്തിനാ ഈ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നത്? ആ ഭക്ഷണം ഉണ്ടാക്കാനും, അതേമാതിരി നേരത്തെ ഫ്രിഡ്ജിന്റെ ഉള്ളിലെല്ലാം കൊണ്ടുവച്ച സാധനം വീണ്ടും ചൂടാക്കിയിട്ട് നല്ല പുറപ്പിച്ചിട്ട് തിന്നാനും, അല്ലേ? ഇതിനല്ലേ ഉപയോഗിക്കുന്നത്? അങ്ങനെ ഒരു ഫ്രിഡ്ജിൽ നമുക്ക് പെട്ടെന്ന് ചൂടാക്കിയിട്ട്, അല്ലെ, അപ്പോഴേ ചൂടാക്കിയിട്ട് കഴിക്കാൻ താമസമില്ലാണ്ട്. ഇതാണ് നമ്മളെ ആധുനികമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് മനുഷ്യന്റെ മനോഭാവമായിട്ടൊരു ചെറിയ ഭക്ഷണം. ഇങ്ങനെ ഒരു സാധനമുണ്ട്, മൈക്രോവേവ് ഓവനിൽ വെച്ചുണ്ടാക്കിയ ഒരു ഭക്ഷണം. ഇതേ ഭക്ഷണം തന്നെ നമ്മൾ കാട്ടിൽ പോയി എല്ലാവരും കൂടി കുടുംബമായിട്ട് പോയിട്ട് മരെല്ലാം വെട്ടി കൊണ്ടുവന്നു, വിറകെല്ലാം കൊത്തി, നല്ല മണ്ണിന്റെ ചട്ടിയെല്ലാം കൊണ്ടുവന്ന് മറ്റേ ഇതിൻ്റെ ഉള്ളിൽ തീയെല്ലാം ഇട്ടിട്ട് കത്തിച്ച് സാരെല്ലാം ആക്കി വരണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ എടുക്കൂലേ? ഏതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്? ഏതിനായിരിക്കും കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്നതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ, ആണോ? അല്ലേ? ക്ലിയർ ആണ്? എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ടോ? നമ്മുടെ മനുഷ്യ ജീവിതം പക്ഷെ നേരെ മറിച്ചാണ്. നമ്മളെല്ലാവരും മൈക്രോവേവിനെ പോലെ ആയിട്ടുണ്ട്. ഈ പത്രങ്ങളും ടി വി എല്ലാം കണ്ടിട്ട്, പിന്നെ നമ്മുടെ ചർച്ചാ തൊഴിലാളികളെ കേട്ടിട്ട്, രാഷ്ട്രീയ മതം ഒക്കെ ചർച്ച ചെയ്ത് കേട്ടിട്ട്, ഇവിടെ ഇതൊക്കെ അതിലൊക്കെ ഈ സാധനം നമ്മുടെ മതം മാത്രമാണ് ഏറ്റവും മുമ്പിലെ ഭയങ്കര മതം, ബാക്കിയുള്ള മതങ്ങളൊക്കെ പോക്കാടോ. അങ്ങനെ മതങ്ങൾ, അതേമാതിരി രാഷ്ട്രീയ പാർട്ടി, എന്റെ രാഷ്ട്രീയ പാർട്ടി മാത്രം റെഡി, ബാക്കിയുള്ളവർ മുഴുവൻ മോശം. അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ മറ്റൊരു പാർട്ടിക്കാരൻ നല്ലതാണെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ വെച്ച് പറയുന്നത്? ഏതെങ്കിലും ഒരു മതം അവരുടെ മതസ്ഥാപനത്തിൽ അന്യമതങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനം നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെന്നല്ല, പക്ഷെ അതൊന്നും ദൈനംദിനമായിട്ട് അതൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന സാധനം നമ്മൾ സമയമെടുത്ത് ഒരു കൃത്യതയോട് കൂടി ചെയ്യുമ്പോൾ കുറച്ച് താമസമൊക്കെ ഉണ്ടായാലും നല്ല ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ഈ ക്ലസ്റ്റർ അങ്ങ് രൂപീകരിച്ച് വന്നൊരു കോമൺ സെന്റർ ആയാലത്തെ ഒരു സുഖമുണ്ട്. അപ്പൊ ഞാനൊരു 10% ഇൻവെസ്റ്റ്മെന്റ് ഇവിടുത്തെ മലബാർ ഫർണിച്ചർ കൺസോർഷ്യത്തിൽ ചെയ്തിട്ടുള്ളൂ. അതായത് മൊത്തം 10% മുടക്കണതിന്റെ 10 എന്ന് പറഞ്ഞാൽ 0.5% ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. പക്ഷെ എന്റെ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മളെ കസ്റ്റമറെ കൂട്ടിയിട്ട് അവിടെ പോകുമ്പോൾ ഞാൻ ആ കസ്റ്റമറോട് പറയും, ഞാൻ 0.5% ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ അവരോട് പറയുന്ന കാര്യമില്ല. അത് കണ്ട ആളുകൾക്ക് മുഴുവൻ അറിയാം. ഒരുവിധ ആളുകൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇവൻ ഫർണിച്ചറിന്റെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അത് കണ്ടവരെ ഒന്ന് കൈ കൊണ്ടിക്കാവോ? അയ്യോ, അങ്ങനെയാണോ? അല്ലേ? സംശയമൊന്നുമില്ല. നമ്മളാകെ ചെറിയ ചെയ്തിട്ടുള്ള ചില കസ്റ്റമറെല്ലാം കൂട്ടിട്ട് പോകുമ്പോ ആ മിഷൻ അപ്പൊ വലിയ ആള് ഓർഡർ യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഏതെന്നായിരുന്നു ഇപ്പോഴത്തെ ട്രഡീഷണൽ സംവിധാനം മൈക്രോവേവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് എടുത്ത് സഹായിക്കുക. ഈ ലോട്ടറി വിൽക്കാൻ നടക്കുന്ന മാതിരിയാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു വിലയില്ല. നമ്മൾ വിലയില്ലാത്ത വിലയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ് ക്ലസ്റ്റർ. അവിടെ ഓരോരുത്തർക്കും അഭിമാനത്തോടു കൂടി കയറി ചെന്നിട്ട് ഇത് എന്റെ സ്ഥാപനമാണെന്ന് പറയുമ്പോൾ ഉള്ളിലൊരു സന്തോഷം, സമാധാനം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ അതോടുകൂടി ഫ്ലാറ്റ് ആവും. പിന്നെ അവിടെ കൊടുക്കുന്ന റേറ്റും അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി നമുക്ക് ലോകത്തുനിന്ന് വേറെ ഒന്നും കിട്ടൂല. പിന്നെ അപ്പുറത്ത് കോമൺ മറ്റേ നല്ല ബോർഡ് റൂം എല്ലാം ഉണ്ടാക്കുക, AC റൂമുകളെല്ലാം ഉണ്ട്, അവിടെ എല്ലാം ഒന്ന് കയറ്റി എത്തിച്ച് ചായ എല്ലാം കൊടുത്തിട്ട്
നമ്മുടെ ഇപ്പോഴത്തിൽ മറ്റേ മണ്ണാമ്പല തട്ടിയിട്ട് 4 കൊല്ലേ. അവിടെ വന്ന് നോക്കുമ്പോ തന്നെ വിചാരിച്ചു ആകെ ചെറിയൊരു കുടിസും മുറിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ പകുതി സ്ഥലത്ത് മണ്ണാമ്പല നിൽക്കുന്നു, പിന്നെ പാറ്റ കൂറ ഇതിന്റെ എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ വിചാരിക്കോ ഇതൊക്കെ കാശ് കൊടുത്തവര് മുങ്ങുവാണോ. നേരെ മറിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കാനുള്ള ധൈര്യം കൂടില്ലേ. പിന്നെ അവിടുത്തെ AC മറ്റേ ഒരു ബോൾ റൂം ഒക്കെ ഉണ്ടാക്കണം. കോമൺ ഫെസിലിറ്റി സെന്ററിൽ ഡിസ്പ്ലേ സെന്റർ ഉണ്ടാവണം. ഡിസ്പ്ലേ ഇതൊക്കെ എങ്ങനെയാണ് വെച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നല്ല മൊഞ്ചിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അവിടെ കയറിയിരിക്കുമ്പോ ഒരു ബെല്ലടിക്കുന്നു, നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു ചിരിയുന്ന കസേരയിൽ ഇരുന്ന്. അപ്പോ 4 കസേര. അപ്പോ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ആണോ വേണ്ടത്? വെജിറ്റബിൾ സാൻഡ്വിച്ചോ ചിക്കൻ സാൻഡ്വിച്ചോ അതോ ബിസ്ക്കറ്റോ? എന്തൊരു സന്തോഷമുണ്ടോ ഇല്ലേ? നമ്മളടുത്ത് ഓർഡർ തന്നിട്ട് പോലെ ഇതൊക്കെ തന്നെയാണ് ക്ലസ്റ്ററിന്റെ നമുക്ക് എല്ലാവർക്കും വെറും കാശ് ഉണ്ടാക്കിയാൽ മാത്രം പോലെ ജീവിതം. സന്തോഷത്തോടു കൂടി ജീവിക്കണം, അഭിമാനത്തോടു കൂടി ജീവിക്കണം, കൂട്ടായ്മയോടു കൂടി ജീവിക്കണം. എല്ലാവരും കൂടി സന്തോഷിച്ച് അറമാദിച്ച് ആഹ്ലാദിച്ച് ലോകത്തോളം വളരാനും പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ അതേ കൊട്ടാരത്തിന്റെ ഒരു ഇന്റർനാഷണൽ എക്സിബിഷൻ നടത്തുന്നുണ്ട്. സർക്കാരിന് എഴുതി കൊടുക്കാം. അതിന്റെ 75% വരെ കിട്ടുന്ന ചില സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോകരാജ്യങ്ങളെല്ലാം നടന്ന് കാണാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് നിങ്ങൾക്ക് ഈ ട്രസ്റ്റ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് വിദേശത്തെ എവിടെയെങ്കിലും പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എഴുതി കൊടുത്താൽ 75% പൈസ അതിനും കിട്ടും. പക്ഷെ അതിന് നിൽക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടക്കാനും ഇഷ്ടംപോലെ ബന്ധങ്ങൾ ഉണ്ടാക്കാനും സന്തോഷിക്കാനും ആറാമാദിക്കാനും ഒക്കെ ഇത്രമാത്രം സാധ്യതയില്ല. ഇത് വെറുതെ പറയുന്നതല്ല. ഞങ്ങളെല്ലാം ഇപ്പൊ കഴിഞ്ഞ മാസം ദുബായിൽ പോയി വന്നതേ ഉള്ളൂ. തകർത്ത് അറമാദിച്ച് തലകുത്തി മറിഞ്ഞ് അവിടെ പോയപ്പോ മദനയുടെ വക ഗംഭീര ട്രീറ്റ് ഒരു അഡ്രസ് ഹോട്ടലിൽ വെച്ചിട്ട് 15 ലക്ഷം റുപ്യെങ്കിലും മൂപ്പര് ചെലവഴിച്ചിട്ടുണ്ട്. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ചുരുങ്ങിയ ഒരു 20 ലക്ഷം റുപ്യ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ബന്ധുക്കളുടെ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിൽക്കണ്ടേ? കാരണം ഇത്രയും വലിയ 5 സ്റ്റാർ ഹോട്ടലെല്ലാം കാണാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകും. ഞങ്ങൾ 45 ആൾക്കാരാണ് കഴിഞ്ഞ മാസം ദുബായിൽ പോയത്. എക്സ്പോ കണ്ട് എല്ലാ അബുദാബിയിലെ സ്വീകരണം, ദുബായിലെ സ്വീകരണം, ഷാർജയിലെ സ്വീകരണം. ഇവിടെ കരിങ്കൽക്കുഴിയിൽ ഒരു വിജയേട്ടൻ എന്ന് പറഞ്ഞൊരു പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ. മൂപ്പരുടെ ഒരു മറ്റേ ഫാമിൽ ഹൗസിൽ വെച്ചിട്ട് മൂപ്പര് ഗംഭീര സ്വീകരണം നൽകി. 460 ഏക്കർ സ്ഥലത്താണ് മരുഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളത്. സർക്കാരിന്റെ സബ്സിഡി സ്കീം ഒന്നുമില്ല, ഇൻഷുറൻസ് പോലും ഇല്ല. ഈ ഇൻഷുറൻസും സബ്സിഡി ഒന്നും ഇല്ലാണ്ട് ആൺകുട്ടിയോട് നന്നായി സാധനം ചെയ്ത് കരിങ്കൽക്കുഴിയിൽ മൂപ്പരുടെ വീട് കണ്ടിട്ടുണ്ടോ സാർ? കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ മൂപ്പരോട് ആൾക്കാർ ചോദിക്കുക, എടാ വിജയ, നീ ഈ നാട്ടിൽ കപ്പിച്ചായിട്ട് നടന്ന മനുഷ്യൻ എന്തിനാണ് ഇത്ര വലിയ വീട് വെച്ചത്? മൂപ്പര് പറയേ. അപ്പൊ ഈ പച്ചക്കറി ഉണ്ടാക്കി വിൽക്കണ ആൾക്ക് ഇത്ര വലിയ വീടൊക്കെ വെക്കാൻ പറ്റുന്ന അടുത്ത തലമുറയിലെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത്. വളരെ സന്തോഷം. നല്ല നാട്ടില് വിദ്യാഭ്യാസം കുറഞ്ഞ് നാട് വിട്ട് പോയ ആളാണെങ്കിലും അയാളുടെ ഫാമിൽ വെച്ചിട്ട് ഗംഭീര സ്വീകരണം. അത് ഞങ്ങള് ഇനി 200 ചില്ലറ ഏക്കർ കർണാടകയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. മൂപ്പരുടെ മനസ്സിൽ ആഗ്രഹം കാശ് എത്ര ഉണ്ടാക്കി എന്നുള്ളതല്ല. എല്ലാ മാസം ഒരു 4-5 ബസ് കേരളത്തിൽ നിന്ന് കുട്ടിയോളി കൊണ്ട് അവരുടെ ഫാം കാണിക്കാൻ കൊണ്ടുപോകും. കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ബസ്സിന്റെ ചെലവ് മൂപ്പര് വഹിക്കും, മറ്റേ ഭക്ഷണം മൂപ്പര് കൊടുക്കും, അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഇതൊക്കെ അങ്ങനെ ആഹ്ലാദിച്ച് അറമാദിച്ച് ജീവിക്കും. അതിന്റെ കൂട്ടത്തിലൂടെ പൈസയും കൂടി ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സംരംഭകനാവുന്നത്. അല്ലാതെ കാശുണ്ടാക്കുക എന്ന് മാത്രമല്ല, ഒരു സംരംഭകത്വത്തിന്റെ പുറകിലെ രഹസ്യം നമുക്ക് ജീവിക്കണം, സന്തോഷിക്കണം, ലോകം കാണണം, വളരണം, മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി കഴിയണം. ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്കീം എന്നുള്ള രീതിയിലാണ് ഇനി ഞാൻ നിർത്താം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് തരം സംശയം ചോദിക്കാം. ഞാൻ ഈ അക്കാദമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ പ്രായോഗികമായിട്ട് എല്ലാ കുഴികളിലും വീണ് ഇങ്ങനെ കയറി വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചാലും ഏറെക്കുറെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കും. അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവും. അങ്ങനെ പറയാം. ഇനി നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കും.